ജോണി, നീ കഥ കേൾക്കാൻ നേരത്തെ വന്നോടാ. നിനക്ക് സന്തോഷമായല്ലേ കഥയൊക്കെ കേൾക്കുന്നത്? ഞാനും പപ്പയും കൂടെ ഉണ്ടല്ലോ. ഞങ്ങൾ ഇന്നലെ ബൈക്കിൽ ഇങ്ങനെ പോയി റൗണ്ട് അടിക്കാൻ പോയപ്പോ ഉണ്ടല്ലോ, ഞങ്ങളുടെ ഫ്രണ്ടില് രണ്ട് ചേട്ടന്മാര് മാസ്ക് വെക്കാതെ ഞങ്ങളുടെ മുന്നിൽ കൂടെ ചീറിപ്പാഞ്ഞു പോയി. എന്നിട്ട് എന്താ പറ്റിയെന്ന് അറിയാവോ? ഞങ്ങൾ കുറച്ചു മുമ്പേ ചെല്ലുമ്പോ ഉണ്ടല്ലോ, അവരെ പോലീസുകാർ പിടിച്ചു നിർത്തിയേക്കുന്നു. അവര് നിയമം ഒന്നും പാലിച്ചില്ല. കൊറോണ ഉള്ള സമയത്ത് മാസ്ക് ഒക്കെ ഇടണമെന്ന് പറഞ്ഞാല് മനസ്സിലായോ? നിയമമൊക്കെ പാലിക്കണ്ടേ? അങ്ങനാണെങ്കില് ഇന്ന് നമുക്ക് നിയമമൊക്കെ പാലിക്കനെ പറ്റിയ ഒരു കഥയൊക്കെ പറഞ്ഞു തരാൻ ഒരച്ചാച്ചൻ വന്നിട്ടുണ്ട്. ഏതച്ചാച്ചൻ? ശേഷമില്ലേ നമ്മുടെ കൂട്ടുകാർ റെഡിയാണോ? എല്ലാരും റെഡിയാ. എന്നാ നമുക്ക് കഥ കേൾക്കാം. അനുജ കഥ പറയോ? അനുങ്ങളെ കഥ പറയാൻ വന്നു. എന്നാ ദേ പിടിച്ചോ. ഹായ് ഫ്രണ്ട്സ്, കുട്ടി കഥകളുടെ ഒരു കുട്ടി എക്സ്പീരിയൻസ് അഥവാ ഒരു കുട്ടി സ്റ്റോറിയുമായി നിങ്ങളുടെ മുമ്പിൽ വീണ്ടും വന്നിരിക്കുന്നു. CSSമായി ഇന്നത്തെ സ്റ്റോറിയുടെ പേരാണ് ജംഗിൾ ലോസ്. ചില നിയമങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നു. ദാ ഇവനെ കണ്ടോ? ഇവനാണ് കാട്ടിലെ ജംഗിൾ ടീച്ചർ അഥവാ ജംഗിൾ സാർ. ഈ സാറിൻ്റെ പേരാണ് ബോബോ സാർ. എന്താണ്? ബോബോ സാർ. ബോബോ സാർ രാവിലെ എഴുന്നേറ്റ് തൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി തയ്യാറായി. അപ്പോഴാണ് സ്നീസി എന്ന് പറയുന്ന ഒരു ചെറിയ പാമ്പും കുഞ്ഞ് വന്ന് പറഞ്ഞു, ഏയ് നീ ഇന്ന് പോവാണോ? എങ്ങോട്ടാണ് പോകുന്നത്? ബോബോ പറഞ്ഞു, യെസ്, ഞാൻ ഇന്ന് പോകുന്നത് ദാ ഇവൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. ഇവൻ ഒരു അണ്ണാൻകുഞ്ഞാണ്. ഇവൻ്റെ പേരാണ് പിങ്കുമോൻ. എന്താണ്? പിങ്കുമോൻ. പിങ്കുമോൻ്റെ അടുത്തേക്കാണ് ബോബോ ഇന്ന് പോകുന്നത്. എന്തിനാണെന്ന് അറിയാമോ? പിങ്കുമോന് കുറേ കഥകൾ, നിയമങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതാണ് ഇന്നത്തെ ബോബോയുടെ ലക്ഷ്യം. അങ്ങനെ പിങ്കുക്കൂട്ടിൻ്റെ അടുത്തേക്ക് ബോബോ മെല്ലെ യാത്രയായി. അങ്ങനെ പിങ്കുവിൻ്റെ അടുത്ത് ചെന്ന് ബോബോ പറഞ്ഞു, ഹേയ്, ഇന്ന് ഞാൻ നിന്നെ ജംഗിളിലെ 2 നിയമങ്ങൾ പഠിപ്പിക്കാനാണ് വന്നിരിക്കുന്നത്. ബോബോ പറഞ്ഞു. പിങ്കു പറഞ്ഞു, എനിക്ക് ഈ കാട്ടിലെ നിയമങ്ങളൊക്കെ അറിയാം, എന്നെ ഇത് കൂടുതലൊന്നും പഠിപ്പിക്കണ്ട. പിങ്കു അവിടെ നിന്ന് പറയാൻ തുടങ്ങി. അവൻ അതിനോട് കേൾക്കാൻ അത്ര താല്പര്യമില്ലാത്ത ഒരു മനോഭാവമായിരുന്നു അവനുള്ളത്. നമുക്കും ഇതുപോലാണ്. ചില നിയമങ്ങളൊക്കെ ചിലർ പറയും, പക്ഷേ അത് നന്നായിട്ട് കേൾക്കാനുള്ള താല്പര്യമില്ല. മൈൻഡ്ലെസ് ആറ്റിറ്റ്യൂഡാണ് നമുക്കുള്ളത്. മൈൻഡ്ലെസ് ആറ്റിറ്റ്യൂഡ്, താല്പര്യമില്ല. എന്തിന് ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ പിങ്കുവിനോട് നമ്മുടെ ബോബോ പറഞ്ഞു, യെസ്, 2 നിയമങ്ങൾ പറയാൻ പോകുന്നു. ഒന്നാമത്തെ നിയമം ഇതാണ്, നീ ഒരു കുഞ്ഞു ജീവിയാണ്. പിങ്കു പറഞ്ഞു, ഞാൻ അത്ര കുഞ്ഞൊന്നും അല്ല, ഞാൻ ഇച്ചിരി വലുതാ. ബോബോ പറഞ്ഞു, നീ ഒരു കുഞ്ഞു ജീവി ആയതുകൊണ്ട് നീ ഒരിക്കലും ഈ കാട്ടിലെ ഒരു സീബ്രയുടെയും പിറകിൽ പോയി നിൽക്കരുത്. പിങ്കു പറഞ്ഞു, എനിക്കറിയാം, ഇതൊന്നും എന്നോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല, എനിക്കറിയാം. പിങ്കു പറഞ്ഞു. എന്നിട്ട് ബോബോ പറഞ്ഞു, നീ സീബ്രയുടെ പുറകിൽ പോയി നിന്നാൽ അത് നിന്നെ പിൻകാല് വെച്ച് തള്ളും, നിനക്ക് മരണം വരെ സംഭവിക്കാം. അതുകൊണ്ട് നീ ഒരിക്കലും ആ സീബ്രയുടെ പുറകിൽ പോയി നിൽക്കാൻ പാടില്ല. അവൻ പറഞ്ഞു, ഈ നിയമം പറഞ്ഞില്ലെങ്കിലും എനിക്കറിയാം, അവിടെ ഒന്നും പോയി നിൽക്കരുതെന്ന്. ആർക്കറിയാൻ വയ്യട്ടെ. ബോബോ വീണ്ടും 2ാമത്തെ നിയമം പറയാൻ തുടങ്ങി. വളരെ ശക്തമായിട്ട് ബോബോ ഈ കാര്യങ്ങളൊക്കെ, നിയമങ്ങളൊക്കെ പഠിപ്പിക്കുന്നത്. ബോബോ പറഞ്ഞ 2ാമത്തെ നിയമം എന്താണെന്നറിയാമോ? നീ ഒരു അണ്ണാൻകുഞ്ഞായതുകൊണ്ട് നീ ശ്രദ്ധിക്കേണ്ട 2ാമത്തെ കാര്യം ഇതാണ്, നീ ഒരിക്കലും പാമ്പിൻ്റെ വായയുടെ മുൻപിൽ പോയി നിൽക്കാൻ പാടില്ല.
അവിടെ പോയി നിന്നാൽ നിന്റെ ജീവിതം തന്നെ നഷ്ടപ്പെടും. നിന്റെ ലൈഫ് തന്നെ നഷ്ടപ്പെടും. നിന്നെ അത് വിഴുങ്ങിക്കളയും. അതുകൊണ്ട് ഒരിക്കലും നീ പാമ്പിൻ്റെ മുമ്പിൽ പോയി നിൽക്കരുതേ പിങ്കു. അവൻ അതിനെ വളരെ ചെറിയ പെറ്റി തിങ്ങായിട്ട് കണ്ടു. ഇതൊക്കെ ഞാൻ കണ്ട് അവൻ അതിനെ റെഫ്യൂസ് ചെയ്യുകയും ചെയ്തു. എനിക്കറിയാം നമ്മൾ ഇതുപോലെ പറയാറുണ്ട് പലപ്പോഴും. ചെറിയ കാര്യം എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പലപ്പോഴും മാതാപിതാക്കളുടെയും ഈ ലോകത്തിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും ബൈബിൾ എന്ന നിയമവും ഒക്കെ നമ്മൾ റെഫ്യൂസ് ചെയ്യാറുണ്ട് മക്കളെ. ഈ കൂട്ടുകാരെന്ത് ചെയ്യുമെന്നറിയാമോ? എത്രയും പെട്ടെന്ന് ബോബോയുടെ അടുക്കൽ നിന്ന് പോകാൻ വേണ്ടി പിങ്കു ട്രൈ ചെയ്തു. അങ്ങനെ പിങ്കു കാര്യം പറഞ്ഞു, മതി, ഇന്നത്തെ പഠിത്തം മതി, ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ ഒരിടത്ത് വരെ പോവാണ്. എന്ത് ചെയ്തു? ജിറാഫ് മെല്ലെ അവിടെ നിന്ന് അങ്ങ് ദൂരേക്ക് പോയി. പിങ്കു എന്ത് ചെയ്തു? അവൻ ശക്തമായിട്ട് ഒരു കാര്യം തീരുമാനിച്ചു. ബോബോ എന്നെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞതല്ലേ, ഞാനൊരു കാര്യം ചെയ്യാൻ പോവാണ്. ഞാൻ എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായ ഹിപ്പോയുടെ കൂടെ ഒരു സ്ഥലം വരെ പോവാണ്. അങ്ങ് ദൂരെ അവിടെയുള്ള ആ നല്ല നദിയുടെ തീരത്ത് എനിക്ക് ചിലരെയൊക്കെ കാണാനുണ്ട്. അവൻ മെല്ലെ എങ്ങോട്ട് പോയെന്നറിയാമോ? അവൻ മെല്ലെ നദിയുടെ തീരത്തേക്ക് പോയി. കൂടെ ആരുമുണ്ട്? നമ്മുടെ ഹിപ്പോ കുട്ടനും ഉണ്ട്. അവരവിടെ ചെന്നിട്ട് ദൂരെ ഒരാൾ നിൽക്കുന്നത് കണ്ടു. ഒരാൾ നിൽക്കുന്ന ആരാന്നറിയാമോ? ഒരു സീബ്ര കൂട്ടനാണ് നിൽക്കുന്നത്. ഇവൻ അവിടെ നിന്ന് പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യാൻ പോവാണ്. അവിടെ കുറേ മുള്ളുണ്ട്. അതിലെ ഒരു മുള്ള് പറിച്ച് ഞാൻ നേരെ ആ സീബ്ര അടുക്കിലേക്ക് പോവാണ്. ഹിപ്പോ അവിടെ നിന്ന് പറഞ്ഞു, നോ ഡോണ്ട് ഗോ ദേർ, നീ പോകണ്ട, പോയാൽ നിന്റെ ജീവിതത്തിന് അപകടം സംഭവിക്കും, നീ പോകരുതേ. നല്ല കൂട്ടുകാരനായതുകൊണ്ട് അതൊക്കെ പറഞ്ഞു. പക്ഷേ ഈ ജംഗിൾ ലോസ് പാലിക്കുന്നതിൽ നമ്മുടെ പിങ്കുവിന് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. പിങ്കു പറയാണ്, ഞാൻ ഈ സന്തോഷ നിമിഷങ്ങൾ എന്തിനാണ് കളഞ്ഞു കുളിക്കുന്നത്? ഞാൻ ഇപ്പം ശരിയാക്കി തരാം, ഒരു സംഭവം കാണിച്ചു തരാം. അവൻ നേരെ ആ ബുഷസൊക്കെ എടുത്തുകൊണ്ട് എവിടേക്ക് പോയെന്നറിയാമോ? നേരെ ആ ഹിപ്പോയുടെ പിറകിൽ പോയി ആ മുള്ളിട്ട് ഒരു കുത്തു കൊടുത്തു. എന്ത് ചെയ്യുന്നറിയാമോ? സീബ്ര എത്രയും പെട്ടെന്ന് ആ കാലിട്ട് ഒറ്റ തൊഴി. നമ്മുടെ പിങ്കു ഇങ്ങനെ പറന്ന് ഹിപ്പോയുടെ ഫ്രണ്ടിൽ പോയി വീണു. ഹിപ്പോയുടെ ഫ്രണ്ടിൽ പോയി വീണ ശേഷം നമ്മുടെ പിങ്കു ഇങ്ങനെ എഴുന്നേറ്റ് ഹിപ്പോയുടെ മുഖത്തേക്ക് നോക്കി എണ്ണി. 1 2 3 4 4 ഹിപ്പോയോ? ഹിപ്പോ അവിടെ നിന്ന് പറഞ്ഞു, നോ 4 അല്ല, ഞാൻ ഒരാളേ ഉള്ളൂ. അവൻ്റെ തലയൊക്കെ കറങ്ങി വരുന്നു. നോക്കി, ഒരനുസരണക്കേട് ചെയ്തതുകൊണ്ട് അവൻ്റെ ലൈഫിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് നോക്കി. അവൻ്റെ കുഞ്ഞ് ശരീരം വേദനിക്കാൻ തുടങ്ങി. അവൻ അവിടെ നിന്ന് കരയാൻ തുടങ്ങി. അവനാകെ തലചുറ്റി വരുന്നതായിട്ടൊക്കെ തോന്നി. ഹിപ്പോ പറഞ്ഞു, ഈ തരത്തിലുള്ള നിന്റെ കളികൾ ചെയ്യുവാൻ ഞാൻ റെഡിയല്ല, ഞാൻ പോവാ എന്ന് പറഞ്ഞ് ഹിപ്പോ അവിടെ നിന്ന് പോയി. അപ്പോഴാണ് അവിടേക്ക് മറ്റൊരാൾ വന്നത്. ആരാന്നറിയാമോ? ആദ്യം കണ്ടിരുന്ന നമ്മളുടെ സ്നീസി എന്ന ആ കൊച്ചു പാമ്പ് ഇങ്ങനെ മെല്ലെ നമ്മുടെ അണ്ണാൻകുഞ്ഞിൻ്റെ അടുത്തേക്ക് വന്നു. അവനോട് പറഞ്ഞു, നിനക്കെന്താ വേദനിക്കുന്നുണ്ടോ? നിനക്കെന്താ തല കറങ്ങുന്നുണ്ടോ? നമ്മുടെ പിങ്കു പറഞ്ഞു, യെസ് തല കറങ്ങുന്നുണ്ട്, വേദനിക്കുന്നുണ്ട്, എന്തൊക്കെയോ തോന്നുന്നുണ്ട്. അപ്പൊ സ്നീസി പറഞ്ഞു, നിനക്ക് അല്പം ഞാൻ സുഖം തരട്ടെ, നീ എൻ്റെ കണ്ണിലോട്ടൊന്ന് നോക്കിക്കേ, നിനക്ക് ഞാൻ അല്പം സുഖം തരാം. ഇങ്ങനെ മെല്ലെ പിങ്കുവിനെ ഇങ്ങനെ സ്നീസി ഇങ്ങനെ വാരി പണന്നു. ഇങ്ങനെ മെല്ലെ ചുറ്റി സ്നീസി ചോദിച്ചു, ഇപ്പൊ നിനക്ക് നല്ല സുഖമാണോ? പിങ്കു പറഞ്ഞു, ഇപ്പൊ ഇച്ചിരി കൂടെ സുഖം വരുന്നുണ്ട്, എന്നാൽ കുറച്ചുകൂടെ നീ അകത്തോട്ട് കയറിക്കോ. അവൻ ഇങ്ങനെ അകത്തോട്ട് കയറി. ദൂരെ നിന്ന് ആരിത് കാണുന്നുണ്ടായിരുന്നു? ജംഗിളിലെ ടീച്ചറായിരിക്കുന്ന ബോബോയും
ഹിപ്പോയും അവിടെ നിന്ന് കാണുന്നുണ്ട്. ബോബോ അവിടെ നിന്ന് പറഞ്ഞു, ഹേയ് 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 ഹേയ്, ഇതാ ഇതാ അവൻ്റെ അപകടം സംഭവിക്കാൻ പോകുന്നു, അവൻ്റെ അപകടം സംഭവിക്കാൻ പോകുന്നു. അയ്യോ, അവന് അങ്ങനെ സംഭവിക്കാൻ പാടില്ല. ഹിപ്പോയും ബോബോയും കൂടെ ഓടി അവൻ്റെ അടുക്കേക്ക് വന്നു. പെട്ടെന്ന് ഹിപ്പോ എന്തോന്നറിയാമോ, അവൻ്റെ വലിയ വാ കൊണ്ട് വലിയൊരു ശബ്ദം ഉണ്ടാക്കി. പാമ്പ് പേടിച്ച് ഓടാൻ തുടങ്ങി. ഫ്രണ്ട്സ്, നിയമങ്ങൾ എല്ലാവർക്കും എല്ലായ്പ്പോഴും പാലിക്കപ്പെടാനുള്ളതാണ്. അത് കേട്ടുകൊണ്ടിരിക്കാൻ മാത്രമുള്ളതല്ല. ബൈബിളിലും ഇതുപോലെ നിയമങ്ങളുണ്ട്. ബൈബിൾ എന്നത് നമുക്കുള്ള നിയമപുസ്തകമാണ്. അത് പാലിക്കപ്പെടാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അത് മാത്രമല്ല, വീടിൻ്റെ നിയമങ്ങളുണ്ടാകാം, ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങളുണ്ടാകാം. തീർച്ചയായിട്ടും പാലിക്കപ്പെടണം. പാലിക്കുമോ ഇനി നിയമം? നിങ്ങളോ? നിനക്ക് കഥയൊക്കെ ഇഷ്ടമായോടാ? നല്ല കഥയല്ലായിരുന്നോ? അയ്യോ അയ്യോ, പേരെന്തുവായിരുന്നു അവരുടെ? ആരുടെ? അങ്കിള് പറഞ്ഞവരുടെ കഥ. അയ്യോ, നിനക്ക് എന്നാ മനസ്സിലായി? പിന്നെ ഒരാളൂടെ ഉണ്ടായിരുന്നു. എല്ലാം പറഞ്ഞു കൊടുത്തു. ആ പിങ്കു ഒന്നും അനുസരിക്കത്തില്ലായിരുന്നു. അങ്ങനെ ചെയ്യുന്നത് നല്ല കൂട്ടുകാരാണോ? അല്ല, അങ്ങനാണെങ്കിൽ ബോബോ പറഞ്ഞായിരുന്നു പാമ്പിന്റെ വായുടെ അടുത്തൊന്നും പോയിരിക്കില്ലെന്ന്. ആ പിങ്കു പോയിരുന്നിട്ട് പിങ്കുനെ വിഴുങ്ങാൻ വന്നിട്ടില്ലേ? അങ്ങനൊക്കെ നമ്മൾ ചെയ്തോണ്ടല്ലോ നമുക്കൊക്കെ ശിക്ഷ കിട്ടും. അത് പാപമാ. അതുകൊണ്ട് ബൈബിള് ആണ് നമ്മുടെ നിയമപുസ്തകം. ആ നിയമങ്ങളൊക്കെ നമ്മൾ അനുസരിക്കണ്ടേ? നമ്മൾ അനുസരിക്കണം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കൽപ്പനകളൊക്കെ കാത്തുകൊള്ളുമെന്ന്. അങ്ങനാണെങ്കിൽ ജോണി, നമുക്ക് ദൈവകൽപ്പനകളൊക്കെ അനുസരിക്കണം കേട്ടോ. പിന്നെ കൂട്ടുകാരെ, നിങ്ങൾ റെഡിയാണോ? റെഡിയാണ്. അവരെല്ലാം ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കാൻ റെഡിയാണ്. അങ്ങനാണെങ്കിൽ ദൈവകൽപ്പന അനുസരിക്കുന്ന നല്ല കൂട്ടുകാരാകാൻ ടാറ്റാ. അടുത്ത ആഴ്ച കാണാം.